ഞാൻ എത്തിയിട്ടേ ഉള്ളൂ. ഞാൻ വിളിച്ചോളാം, താനിപ്പോ വെക്ക്. എവിടെ എവിടെ തന്റെ അനിഷേധ്യനായ നേതാവ്? ഉള്ളിലുണ്ട്. ഓ, ഇനിയിപ്പോ അടച്ചുപൂട്ടി ഇതിനകത്ത് ഇരുന്നോട്ടെ, അതാ ഭേദം. ഒക്കെ നശിപ്പിച്ചു കളഞ്ഞോളൂ താൻ. ഇക്കണ്ട കാലം അത്രയും നേടിയെടുത്ത ഇമേജ് ഒരൊറ്റ നിമിഷം കൊണ്ട് താൻ ഇല്ലാതാക്കിയില്ലേ? അവസാനം വരെ വെള്ളം കോരിയിട്ട് കല ഉടച്ചു കളഞ്ഞ പോലെ അയിലിടും. എന്തൊക്കെ പ്രതീക്ഷകളായിരുന്നു തന്നെ കുറിച്ച്. യൂത്ത് വിംഗ് പ്രസിഡന്റ്, യുവജനക്ഷേമ ബോർഡ് ചെയർമാൻ, ജില്ലാ കമ്മിറ്റിയിൽ പ്രാതിനിധ്യം, ഷുവർ ഷോട്ട് സീറ്റ് ആയിരുന്നില്ല ഇത്തവണ. രാജ്യത്തുള്ള സകലമാന പെണ്ണുങ്ങളും കൂടി നടുറോഡിൽ തന്നെ കോലം കത്തിച്ചോണ്ടിരിക്കുക. താമെല്ലാം അറിയുന്നുണ്ടോ? എന്നാൽ എന്റെ പൊന്നുമോനൊരു കാര്യം ചെയ്യും. പാർട്ടിയുടെ സകലമാന ചുമതലകളിൽ നിന്നും ഒഴിവായെന്നൊരു വെള്ള പേപ്പറിൽ 4 പേരെ എഴുതി തന്നിട്ട് വീട്ടിൽ പോയി കുത്തിയിരിക്കും. ഇനിയിപ്പോ അതേ നടപടിയാവും. എടോ, തനിക്ക് അത്രയ്ക്ക് കുത്തിക്കഴിപ്പായിരുന്നെങ്കിൽ നാട്ടുകാരറിയാതെ ചെയ്യാൻ പാടില്ലായിരുന്നോ? ഛേ, നാണക്കേട്. വെറുതെ മനുഷ്യന്മാരെ കൊണ്ട് പറയിപ്പിക്കാൻ. പ്രഭാകരൻ സാറേ, ഇക്കണ്ട കാലയളവിൽ പെണ്ണ് കേസിൽ കുടുങ്ങിപ്പോയ നമ്മുടെ പാർട്ടി നേതാക്കന്മാർ എത്ര പേരുണ്ടെന്ന് സാറിന് വല്ല ഐഡിയ ഉണ്ടോ? അല്ല, അതിപ്പോ ഞാൻ പറയാം, 13 പേര്. ഈ പെട്ടവന്മാരൊക്കെ കയ്യിലൂത്തി വീട്ടിലിരിപ്പാണോ? ഒരു കോപ്പുമല്ല. നിയമസഭയ്ക്കകത്തുണ്ട്, അങ്ങ് പാർലമെന്റിലുണ്ട്, ഇവിടെ മന്ത്രിമാരായിട്ട് വിലസനുണ്ട്. അതുകൊണ്ട് ഈ പെണ്ണ് കേസും പറഞ്ഞ് പ്രേമരാജനെ ചുമ്മാ അങ്ങ് വീട്ടിലിരുത്താന്ന് ആരും വ്യാമോഹിക്കണ്ട. എന്റെ പ്രേമ, നീ വിചാരിക്കുന്ന പോലെ അല്ല കാര്യങ്ങള്. ആൾക്കാരുടെ മുന്നിൽ തന്റെ ഇമേജ് ഇപ്പൊ നൂല് വിട്ട പട്ടം കണക്കിങ്ങനെ പാറി നടക്കണ കാര്യം തന്റെ തലയ്ക്കകത്തോളം കയറുന്നുണ്ടോ? ഓ, ഇമേജ് കോപ്പ്. ശകലം വേലി ചാടാത്ത ഏത് മനുഷ്യന്മാരുണ്ട് ഈ നാട്ടില്? ഞാൻ നോക്കാൻ പോയിട്ടില്ല. എന്റെ ഈ മെക്കെട്ട് കയറുന്ന നാട്ടുകാരൊക്കെ പുണ്യാളന്മാരെന്ന വിചാരം ഒട്ടുമല്ല. അതിനവരാരും ഇലക്ഷൻ ഒന്നും നിൽക്കാൻ പോകുന്നില്ലല്ലോ. നഷ്ടപ്പെട്ട ഇമേജ് അല്ല സാറിന്റെ പ്രശ്നം. എന്റെ മാത്രമല്ല, പാർട്ടിയുടെ ഇമേജ് വരെ ഞാൻ ശരിയാക്കി തരാം. അതെനിക്ക് വിട്ടേക്ക്. അതെങ്ങനെ? സാറിന്റെ 2 കോൾ. 1 ഹോം മിനിസ്റ്റർക്ക്, 2 പോലീസുകാർക്ക്. സാറൊന്ന് മനസ്സ് വെച്ച പ്രേമൻ ഇത്തവണത്തെ ഇലക്ഷന് നിൽക്കും, നിയമസഭയെ കയറി ഇരിക്കുകയും ചെയ്യും. അതിന്റെ ഗുണങ്ങളൊക്കെ സാറിനുണ്ടാവും. മനോജേ, ഓ, വൈകിട്ട് 5 മണിക്ക് പ്രേമരാജന്റെ വക ഒരു പത്രസമ്മേളനമുണ്ട്. ലിസ്റ്റിലുള്ള മുഴുവൻ മാധ്യമ പടകളെയും വിളിച്ചേക്ക്. ആ വാർത്ത കൊടുത്തവനെ അടക്കം. കളി എന്താണെന്ന് ഈ പ്രേമരാജൻ കാണിച്ചു തരാം.